ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്കു ശേഷം ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. And it was a very wide-ranging. It was a conversation more than a discussion on specific points about how the church, the government, and the Christians' involvement, and how to. And also, we spoke a lot about the care of the poor. That's one of our big things of the church. The church always cares for the poor, and we are in the same. We were discussing how we could help the poor people more and more. The Father Stan's issues, did you mention to Prime Minister? Release of Stan's. I did. We did mention it, brought it up to him, and because this is, as you were saying, it's with the agencies. So certainly we brought it up with the agencies. The agencies are following, and he is sympathetic, is aware of this problem, he said, and he wants to help, but it's with the agencies. The government does not want to interfere too much. That's what he said, in the working of an agency. And also particularly Cardinal, on behalf of the Church in India, mentioned about the initiatives we have done through the COVID pandemic situation. Especially 152 crores have been spent through different Caritas agencies in India for 2 crores people. That also was appreciated by the Prime Minister, and we were sharing, and we will continue to do that work of promotion of emergency care and charity for the poorest of the poor. നമ്മളൊരു നിവേദനമായിട്ട് വല്ലതും കൊടുത്തിരുന്നോ? നിവേദനമായിട്ട് കൊടുത്തില്ല. ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങൾ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ചില ആവശ്യങ്ങൾ അത് അദ്ദേഹം കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഫണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് വിതരണത്തിന് ക്രൈസ്തവ സഭകളോട് അവരെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ ഒഴിവാക്കുന്നില്ല, അതിനൊരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആ വിഷയം അതിനകത്ത് എമർജ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ചർച്ചകൾ നടത്തി വന്നപ്പോഴത്തേക്ക് മൈനോറിറ്റീസിൻ്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ വന്നപ്പോഴത്തേക്ക് പലത് പറഞ്ഞു. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ നയമുണ്ടല്ലോ, പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അതിൽ മൈനോറിറ്റീസിന് സ്ഥാപനങ്ങൾ സ്കൂളുകളായാലും കോളേജുകളായാലും ഒക്കെ നടത്താനും അത് അതിൻ്റെ ഭരണം നിർവഹിക്കാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ അത് നിഷേധിക്കപ്പെടുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ദിസ് ഈസ് ഓൺലി പോളിസി ആൻഡ് ദെയർ വിൽ ബി ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ മാർഗനിർദ്ദേശക നിയമങ്ങളും അവയുടെ മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നാലെ വരും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു ഇങ്ങനെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഉള്ളതെല്ലാം സംരക്ഷിക്കപ്പെടുമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അക്കൂട്ടത്തിൽ ഈ 80-20യുടെയും പിന്നെ മറ്റ് റൈറ്റുകളുടെ എല്ലാ എല്ലാം പൊന്തി വന്നായിരുന്നു. അതിലെല്ലാം ഓപ്പണാണ് ടു പ്രൊട്ടക്ട് ദോസ് റൈറ്റ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഇൻസിസ്റ്റഡ് സ്പെഷ്യലി, അതായത് ഒരിക്കലും റിലീജിയസ് ഹാർമണി നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ എപ്പോഴും മതസൗഹാർദ്ദത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എല്ലാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളെ ഇത് മതങ്ങളുടെ അടിസ്ഥാനത്തിലല്ലല്ലോ, ഓരോരുത്തർക്കും അർഹമായ നീതി, ഓരോ സമുദായത്തിനും അർഹമായ നീതി, ഓരോ സമൂഹത്തിനും അർഹമായ നീതി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വമെന്ന് പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ അതൊക്കെ ചർച്ചകൾ വന്നതാണ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ കേരളത്തിലാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത്. അതിന് പരിഹാരം കേരള സർക്കാർ കണ്ടെത്തണം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അതിനുള്ള മാർഗനിർദ്ദേശം കൊടുക്കുകയും ചെയ്യുമായിരിക്കും. ഏതായാലും മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ഒരു പ്രതിബന്ധമാകരുതെന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തോ ഇല്ല, അങ്ങനെയുള്ള ഒരു ചർച്ചയൊന്നും ഉണ്ടായില്ല. അതേപ്പറ്റി ഒന്നും ഒരു പരാമർശം ഉണ്ടായില്ല.
ബിജെപിയോടുള്ള പണ്ടുണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ ക്രൈസ്തവ സഭകൾക്കുണ്ട്. അതോ ഇത്തരം ഈ ചർച്ച കാരണം 2015 ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുമായിട്ട് BJP അല്ലെങ്കിൽ ഒരു BJP പ്രധാനമന്ത്രിയുമായിട്ട് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത്. അല്ല, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ ഒരു പ്രശ്നം തീർക്കാനായിരുന്നെങ്കിൽ തന്നെയും യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് പ്രൈം മിനിസ്റ്റർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ ക്ഷണിച്ചല്ലോ. അതുപോലെ ഇനി ഞങ്ങളെ ക്ഷണിച്ചു, ഇനിയും വല്ലവരും ക്ഷണിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതേപ്പറ്റിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതങ്ങനെ ഒരു അദ്ദേഹം പറയുന്ന ഈ മാൻ ഓഫ് ഡയലോഗ്, സംവാദം, സമൂഹത്തോട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ഇതുവരെ പറഞ്ഞു ദിസ് ഈസ് യുവർ ഹോം, എവരിബഡി ക്യാൻ കം ഹിയർ ആൻഡ് ഡയലോഗ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞു, ദിസ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ ഡിസ്കഷൻ, ഇറ്റ് ഈസ് ദ ഗവൺമെൻറ് സ്പീക്കിംഗ് ടു ദ പീപ്പിൾ. അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെതായ ഒരു ചായവും ഈ ചർച്ചകളിലൊന്നും വന്നില്ല, ഞങ്ങൾക്കും വരുത്തിയില്ല, അദ്ദേഹവും വരുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ ആവശ്യങ്ങളിലെ ഒരു അനുഭാവപൂർണമായ സമീപനം തീർച്ചയായിട്ടും അദ്ദേഹം, അതാണ് പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ കണ്ടത്. ഹി ഈസ് ഓപ്പൺ ടു ഓൾ ദ തിങ്സ് വിച്ച് വി ഹാവ് സ്പോക്കൺ ടു. വളരെ തുറന്ന മനോഭാവത്തോടെ അദ്ദേഹം സംസാരിച്ചു. ഞങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു. പിന്നെ ചില വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ടും പറഞ്ഞു. അതിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. ചില ബുദ്ധിമുട്ടുകളൊക്കെ ചില വിഷയങ്ങളിലൊക്കെ ഉണ്ട്. അത് ഭരണകർത്താവ് സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ he said he cannot do anything against the law or anything against an agency or something. So he said that it has to come through the normal channel. ഫണ്ട് ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അതിലേതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടലുണ്ട്? അതിൽ അദ്ദേഹം പറഞ്ഞത് Can we have some translation, because some of us are totally lost. We I don't see. know what's happening, what's I the think I will content. say in both languages. Okay. So that see what he said about that is see, there were so many agencies which were doing things not properly. I mean, for example, after getting the foreign money, they are not maintaining the accounts and presenting it timely. So he had to be strict about it. We said we support that, but because of the misdeeds of some people, others shall not be suffering. അതായത് കുറച്ച് പേർ ഏതെങ്കിലും രീതിയിൽ കണക്കുകൾ കാണിക്കാതിരിക്കുകയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒക്കെയാണ്. ഐ സ്പീക്കിംഗ് ഓൺലി വാട്ട് ഐ സെഡ് ഇൻ ഇംഗ്ലീഷ് ഇൻ മലയാളം ആൻഡ് ഓൺലി ദാറ്റ്. അത് മാത്രം ഞങ്ങളും അതിനോട് യോജിക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് സഹിക്കാനിടയാകരുത് എന്നുള്ള രീതി. My question was something different. I just asked that whether when you said about the equitable distribution of the funds, Yeah. what was the Prime Minister's opinion about that? Whether he was aware about a discrimination is against the No, he did not say, neither he nor we said about any discrimination. ഞങ്ങളതൊരു ആവശ്യമായിട്ട് വെച്ചു, അതിനുവേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. The underlying point is this is a fund given by the central government of India to the minorities of this country. So the amount and the proportion varies from region to region depending on the majority and minority proportion. So what we have been sharing or asking his intervention to make it a point of justice given to each community, not that one should not be totally ignored. It should be done on an equitable way, and for that the Prime Minister said that he will look into the ways and means how to do it in a just way. That's what we wanted to raise this concern to him, and he was positive. You It was see, not- we addressed many of the issues that are really floating in the Indian community. He presented it, and he also promised his support to the government for doing all these things. We also added in on behalf of the community in Kerala, because the Kerala Christian community is, has certain difficulties there because of, about the buffer zone. You have heard about that? Yes. Buffer zone കൊണ്ട് അതെ. മറ്റൊന്നുള്ളത് വെർമിൻ, അതായത് സർട്ടൺ ആനിമൽസ് വിച്ച് ആർ ഇനിമിക്കൽ ടു us. അപ്പോൾ നമുക്ക് അപകടകാരികളായിട്ടുള്ള ചില മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെയൊക്കെ ലിസ്റ്റിൽപ്പെടുത്തി അവയെ കൊല്ലുന്നതിന് ജനങ്ങൾക്ക് അവരെ കൊല്ലുകയോ അവരുടെ കൃഷി നശിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ
ഒരു പരിധിവരെ അവയെ കൊല്ലുന്നതിനുള്ള ഒരു അവകാശമൊക്കെ കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് നടത്തുള്ളൂ. അതേപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു. Then we talk about also this Kasturi Rangan Gadgil issue. This question of Kasturi Rangan Gadgil issue is a national issue, but it is especially disturbing in the Kerala community. You know, many Malayalis among you know it. And so we have to be really in a human way approaching that problem, safeguarding the life and the work of the people in the high ranges and in the migrated places, and at the same time ecologically balancing their actions in those areas. And I think Prime Minister was open to that question also, but he did not mention anything very particular about it. And so almost all the like-minded issues are there. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുൻപും മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ അന്നത് സാധിക്കാതെ പോയിരുന്നു. എന്തായിരിക്കും അതിന്റെ ഒരു പ്രശ്നമായി കാണുന്നത്? അത് അദ്ദേഹം സൂചിപ്പിച്ചില്ല, ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ. We do not know what are the points that hinders him. I don't think that's not hinder. He may be, as he said, looking for an appropriate time. ഒരു നല്ല സമയത്ത് ക്ഷണിക്കാനായിട്ടായിരിക്കും. ഒരു ഇലക്ഷൻ ടൈമിൽ വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മാറുന്ന സമയത്ത് വിളിക്കാൻ പറ്റില്ല, സംസ്ഥാനങ്ങളിൽ അസ്വസ്ഥതയുള്ളപ്പം വിളിക്കാൻ പറ്റില്ല, സെക്യൂരിറ്റി നോക്കേണ്ടതായിട്ടുണ്ട്, മറ്റൊന്നുള്ളത് ഇപ്പോഴത്തെ രോഗാവസ്ഥ, കൊറോണ വൈറസ്. ഓൾ ദീസ് മേ ബി anyway, he keeps it in his heart. Did you request it again today? We requested. Yes. Did you decide any further dialogues? No, the thing is that you see, That he has when to. we request it, it is not the place where he has to give his decision, no? And the decision will come gradually. That is all. No, he has requested us to have further dialogue, and not only to us. He said that I am a man of dialogue, I want to dialogue with the people, and even regarding the new policies which are accepted, he said that much discussion has been done for every policy or every law like that. And he was saying like, ഈ രാജ്യത്തെ ക്രൈസ്തവർക്ക് നേരെ പലയിടത്തും ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ഉണ്ടായോ? അത് വാസ്തവത്തിൽ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നില്ല. പിന്നെ കാരണം ഇപ്പം ഈയിടെ അങ്ങനെയുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പം നമ്മൾ അനവസരോചിതമായിട്ട് ഒന്നും പറയരുതല്ലോ. ഉണ്ടാകുന്ന സന്ദർഭം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഒരു ശാന്തതയായിരുന്നുള്ളത്. പിന്നെ ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, തീവ്രവാദികൾ, അവരവിടെയും ഇടയും അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ വർഗീയതയുടെ അടിസ്ഥാനത്തിലാകാം. അതൊക്കെ വരുമ്പോഴത്തേക്ക് ഏതൊരു സർക്കാരിൻ്റെ കാലത്തും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവർക്ക്, ഈ സർക്കാരിന് മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ ഞങ്ങൾ അതാണ് സമയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ താൽക്കാലിക ശാന്തത ഉണ്ടാകും. ബട്ട് ഇപ്പം നമുക്ക് ആർക്കും തന്നെ, നിങ്ങൾക്ക് മീഡിയ ആളുകൾക്ക് പോലും ഈ തീവ്രവാദികൾക്ക് ഒരു അറുതി വരുത്താൻ സാധിക്കുകയില്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി ഇൻ ദ സൊസൈറ്റി. അപ്പം നമുക്ക് അവരെ സാന്ത്വനപ്പെടുത്തുന്നതിന്, അവരുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതിന് സാധിക്കണം. സോ ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ. He also raised the issue of the poorest of the poor in the country. Also we mentioned about the promotion of the Dalit people, and also with a particular reference to the Christians of the Dalit community, and to be treated as also people whom we need to bring them to the mainstream. And the Prime Minister was very, very positive. He said not basing on the religion or ethnic and so on, but we also have supported that, bring them to the mainstream. That is the most important thing. How and which means we are not sure, but make an appropriate study on that and make a provision so that they all will enjoy what they have, justice for them. Another thing I would like to say a word of thanks to the efforts of Honorable Governor of Mizoram, Mr. Sridharan Pillai, who in fact initiated the whole process of making this meeting with the Prime Minister possible. And unfortunately he couldn't be present because of the quarantine in Kerala, but he arranged this meeting, and he was always positive in
bringing, as you know, the two groups of the Orthodox churches, the Jacobite and Orthodox churches, അവരെ കൊണ്ടുവരുന്നതിനും സംസാരിക്കുന്നതിനുമൊക്കെ അദ്ദേഹം നേതൃത്വം കൊടുത്തു. ഇപ്പോൾ ഇന്ത്യ, as the church in the Catholic Church in India, the three cardinals have been invited, and I must say that was a very refreshing expression from the part of the government to listen to us and also have a conversation to make our country progressive. As you And- know, yeah. Sridharan Pillai, Governor of Mizoram, he is a very open-minded person. He, to all the communities, not simply to the Christians, but to the Christians, he has become very, very much more open because he is now in Mizoram. He knows there are more than 80% are Christians there in Mizoram. So he began to appreciate the work of the community. Then he said, now I understand that much good is done by the Christians in North India and in certain other states also. Because he was knowing only about Kerala situation. So actually we missed him. Of course he will not sit with us before the Prime Minister, but he was preparing because he is governor, he cannot come like that, no. But still he was, we appreciate what he did to coordinate all these things for us. And actually the invitation came from the Prime Minister, and that is very important, no? So we concern. And regarding the Dalit, we also clarified that even though the policy of the central government is to look for the poor, especially the poorest of the poor, but the Dalits, Christians, because of this reservation, if they lose a seat, they are losing forever because they do not get it. So they also have to come into the reservation list. Then only they will get the benefits of the reservation. Otherwise, simply they will not get the benefits of the Dalit community, being Dalit Christians, and also being the poorest of the poor. So that kind of dual consideration should be given. And the Prime Minister was thinking about it. He said we will consider that. He said. So did you mention about the constitutional amendment for that? That kind of technical proposal did not come from us, or he did not mention even. What we said is What is there should be an economic criteria Yeah. for this assistance. It should not be based on religion, but economic criteria. That was the and in general, I was saying as both the Carlos, he was very in agreement in principle, I suppose. That Positive. But there are circumstances, compulsions, but it was very positive. I met him 3-4 times. Carlos met. And really he was relaxed, and gave us a lot of time also, and it was a dialogue up and down. I've asked questions, he answered, and it was friendly. It was friendly You conversation. asked for economic reservation. The criteria for aid should be not based on religion, but should be based on economics. The poverty of a person should be the criteria. A poor person, because he's poor, gets economic help. That Yeah. word which you raised may confuse people. Yeah. Not economic reservation, but based on economics of the people. Economics of the people. Economic the economic backwardness of the backwards. Yes. The connotation is different. At the same time, he agrees that the question of reservation is something stipulated in the constitution. You said something. ഈ പൊതുവെ സാമുദായിക വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹം ഇപ്പോൾ കൂടുതൽ സുരക്ഷിതരാണ് എന്ന് സഭയ്ക്ക് ഒരു നിരീക്ഷണമുണ്ട്. കൂടുതൽ നമുക്ക് എല്ലാ കാലത്തും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും നല്ല അനുഭവങ്ങളുണ്ട്. ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ അറിയിക്കും. ശാശ്വതമായ പരിഹാരം ഓരോന്നിനും ഉടനടി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സമീപനമാണ് എല്ലാ ഗവൺമെൻറ്റുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെയാണ് കിട്ടുന്നതെന്ന് പറയാൻ സാധിക്കും. അല്ലാതെ ഒരു ശത്രുതയില്ല. enmity between the government and the Christian community. രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ BJP സർക്കാർ അക്രമം നടത്തുന്നു.
കത്തോലിക്ക സഭാ നേതൃത്വവുമായുള്ള പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കർദിനാൾമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ചർച്ച ക്രിയാത്മകമായിരുന്നുവെന്ന് കർദിനാൾമാർ